അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എല്ലാം ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്ന ഒരു സ്കിറ്റ് ചെയ്ത് ശ്രീരേഖ സിബിൻ. എന്തൊരു എക്സ്പ്രഷനാണ് ശ്രീരേഖയ്ക്ക്. ഈ ബിഗ് ബോസ് വീടിനകത്ത് ചറപറാന്ന് എന്തൊക്കെയോ കുറേ എണ്ണം കാട്ടിക്കൂട്ടുന്ന കുറേ പേക്കൂത്തുകളുണ്ട്. ഇവരുടെയൊക്കെ കലകൾ പുറത്തു വരും. കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും ഒന്ന് മനസ്സിൽ തൊട്ട് എന്താ പറയുക, വീണ്ടും അതിൽ നിന്ന് കുറേ സമയം നമുക്ക് വെളിയിൽ വരാൻ പറ്റാത്ത വിധം നമ്മളെ അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്രയും കാമ്പുള്ള സംഭവങ്ങളെല്ലാം ഇവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള സ്പേസ് കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ അതിനുള്ള മൈൻഡ് സെറ്റ് വരാത്ത പോലെയൊക്കെയാണ്. ബാക്കിയുള്ളവർ ഏത് നേരം ചിലച്ചോണ്ടിരിക്കില്ലേ കുറേ പ്രശ്നങ്ങൾ. വേണ്ടതിന് വേണം, വേണ്ടാത്തതിനും കൂടിയിട്ടുള്ളതിനാണ് ഞാൻ അങ്ങനെ കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞത്. സോ അപ്പം ഇന്ന് സിബിൻ ശ്രീരേഖ ചെയ്ത സ്കിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഏഷ്യൻ്റെ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കും. അടിപൊളിയായിട്ടുണ്ട് ചെയ്തത്. ഒരു നല്ലൊരു മെസ്സേജാണ് കൊടുത്തത്. ബിഗ് ബോസ് പോലും സൂപ്പർ എന്ന് പറഞ്ഞു. കുറേ ഇതുപോലത്തേക്ക് നമ്മൾ ഇങ്ങനെ ചിലച്ചോണ്ട് ഒരുപാട് തമ്മിത്തല്ലി വെറുതെ ഇരുന്ന് പരദൂഷണം പറയുന്നതിനേക്കാൾ നല്ല ഇതുപോലത്തേക്ക് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജുമായി. അതിൽ മകൻ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, എത്ര പറഞ്ഞാലും അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. കുഴപ്പമില്ല അമ്മ എന്ന് പറയും. മകൻ വണ്ടിയെടുത്ത് പുറത്തു പോകുന്നു, ആക്സിഡൻ്റ് ആകുന്നു. മകൻ അമ്മയെ വിട്ട് പോവുകയാണ്. ആ സമയത്താണ് അപ്പോൾ മകൻ്റെ ഹൃദയം സിബിനാണ് വേറൊരു ക്യാരക്ടറിൽ വരുന്നത്. അപ്പോൾ അവർക്ക് പ്രോബ്ലമാണ്. അപ്പോൾ മകൻ്റെ അമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം ആ അമ്മയുടെ മകൻ്റെ ഹൃദയം സിബിനിലാണ് ഉള്ളത്. അപ്പോൾ ആ സിബിന് പേരെനിക്ക് ജസ്റ്റ് ഓർമ്മയില്ല. അതിൽ മിഥുൻ എന്തോ പറയുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞിട്ട് കാണാൻ വരുന്നത്. ആ അമ്മയ്ക്ക് അത് ആരെ വ്യക്തി എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ പറയുന്ന അയാളുടെ സർജറി കഴിഞ്ഞു. അപ്പോൾ മകൻ്റെ ഹാർട്ട് മിടിക്കുന്ന ആ ആളെ കാണാൻ വേണ്ടിയിട്ടായി അമ്മ വരികയാണ്. കണ്ടപ്പോൾ അവിടെ നിന്ന് തൊടട്ടെ എന്ന് പറഞ്ഞ് തൊടുന്നതും അങ്ങനെ എത്രയോ വട്ടം ഞാനത് പറഞ്ഞു. ഹെൽമെറ്റ് ധരിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, എക്സലൻറ്റ്. എന്താ പറയുക, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് ശ്രീരേഖ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ വ്യക്തിയാണെന്നുള്ളത്. വെറുതെ അല്ല, സ്റ്റേറ്റ് അവാർഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എക്സ്പ്രഷൻസ്. അമ്മാതിരി ഒന്നും പറയാനില്ല. ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആളാണ്. അന്ന് ഇതുപോലെ നിലാപൊങ്കലായേലോ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാട്ട്, എനിക്ക് ഡാൻസ് ഒന്നും അങ്ങനെ അറിയില്ല, ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും കലർന്ന ആ ഒരു മിക്സഡ് വോയിസിൽ ഒരു നിലാപൊങ്കലായേലോ എന്നിട്ട് മാൽഗുഡി ശുഭ പാടുന്ന ആ പാട്ട് പാടുന്നുണ്ട്. നല്ല എന്താ പറയുക, നമ്മളങ്ങനെ അവരുടെ അതേ വോയിസ് തന്നെ നമ്മൾ ഇരുന്ന് കേൾക്കുന്ന പോലെ അത്ര നന്നായിട്ട് അവരത് ചെയ്തു. അപ്പം നമുക്കൊക്കെ അവരെന്തോ ഒതുങ്ങിപ്പോകുന്നു. അവരിത് ഒരു പക്ഷേ ചണ്ടയ്ക്കും വഴക്കിനൊന്നും പോലെ മറ്റുള്ളവരുടെ ധാം ധൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സീൻ ക്രിയേറ്റ് ചെയ്യലൊന്നും അവർക്കില്ല. പക്ഷെ ഇതുപോലെയുള്ള കഴിവുകളെല്ലാം മറ്റുള്ളവരുടെ മുൻപിലൊന്നും കാണുന്നുമില്ലല്ലോ, ആർക്കും അത് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. വഴക്ക് വാടി പോടി, പിന്നെ മറ്റത് മറിച്ചത് തെറിവിളി, അതൊക്കെയല്ലേ കേൾക്കുന്നുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സിബിൻ വന്ന ആ സമയത്ത് ബാത്റൂം സ്കിറ്റ് ഒന്ന് ചെയ്തിരുന്നു. അതിൽ ശ്രീരേഖൻ്റെ പോർഷൻ വന്നപ്പോൾ ശ്രീരേഖ ആ കക്കൂസിൽ ക്ലോസറ്റിൽ ഇരിക്കുന്നതായിട്ടും എന്നിട്ട് ആ ഒരു പേജ് മറിക്ക് എന്താ അടി ഉണ്ടാക്കുക, അപ്പം എന്താണ് അതിൽ 4-ാമത്തെ പേജ് 5-ാമത്തെ വരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തത് എന്താണ് കറക്റ്റ് എക്സാക്ട് ഫീലിംഗ്. നമുക്കൊക്കെ അങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. ഭഗവാനെ, ഇവർക്ക് ഇത്രയൊക്കെയോ എന്ന് തോന്നിപ്പോവും. അതുപോലെ ആ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കറക്റ്റ് അതായിട്ട് മാറും. ചിരിക്കേണ്ട അടുത്ത് നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ചിന്തിപ്പിക്കേണ്ട അടുത്ത് നല്ലപോലെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ ടച്ച് ചെയ്യേണ്ട ഭാഗങ്ങളിൽ നല്ലപോലെ ആഴത്തിൽ ടച്ച് ചെയ്ത് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്തു. ശ്രീരേഖയെ പറ്റി സിബിനും നന്നായിട്ടത് കോപ്പറേറ്റ് ചെയ്തു. രണ്ടുപേരും നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കൊരു എന്താ പറയുക, അതുപോലെയൊക്കെ ഡെയിലി വേണ്ട, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഒരു സ്കിറ്റായിട്ടോ വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാലും അവരുടെ ആശയങ്ങളും കൊണ്ടുവന്നാലും ഇതുപോലെയൊക്കെ പ്രേക്ഷകരിലേക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ അതിനാരും ശ്രമിക്കുന്നില്ല. അടിക്കും വഴക്കിനും സമയമില്ല. അതിനിടയ്ക്കാണോ ഇതെന്നുള്ളത്.
അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. 1 hour എപ്പിസോഡ് ഇല്ല, കാണിച്ചിട്ടില്ല. അപ്പം ലൈവിലുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വീഡിയോസൊക്കെ വരും. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടു പോകും. ശ്രീരേഖ എന്ന കണ്ടസ്റ്റന്റിനോട് നമ്മളൊന്ന് ആരാധിച്ചു പോകും. ഒപ്പം സിബിൻ അതിൽ കാരണം സർജറി ചെയ്തിരിക്കുന്ന ആളായതുകൊണ്ട് അധികം വർത്തമാനങ്ങൾ പറയാൻ പറ്റില്ല. പിന്നെ ആ അമ്മയെ കാണുമ്പോഴുണ്ടാകുന്ന ഇമോഷൻസും ഒക്കെയാണ്. എന്നാലും രണ്ടുപേരും എനിക്ക് നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇക്കോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.